രാഹുൽ മാങ്കുട്ടത്തിന്റെ കേസില് ഇതിലെ പരാതിക്കാരികളായ സ്ത്രീകളെ ആദ്യം മുതൽ വിശേഷിപ്പിക്കുന്ന പേരാണ് അതിജീവിത എന്ന്. ഞാൻ ആദ്യം മുതലേ എനിക്ക് ഈ സ്ത്രീകളെ അതിജീവിത എന്ന് വിശേഷിപ്പിക്കുന്നതിൽ എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല. ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിജീവിത ഒന്നും ഒരിക്കലും ഈ സ്ത്രീകളെ ഒന്നും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല എന്ന്. ഇവർക്ക് പരാതിക്കാരി എന്ന പേര് വേണമെങ്കിൽ ചേർക്കാം, അല്ലാതെ ഇവരെയൊന്നും ഒരിക്കലും അതിജീവിത എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതിജീവിത എന്ന വാക്കിന് ഭയങ്കര വലിയ ഒരു പവർഫുൾ വേർഡാണത്. അതിജീവിത എന്ന വാക്കിന്റെ ഒരു വ്യക്തമായ ഉത്തരം രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. ഇന്ന് രാഹുൽ ഈശ്വർ മീഡിയാസിന് മുന്നിൽ പറഞ്ഞു തരുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ അതിജീവിത എന്ന പദം ദൈവത്തെ ഓർത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നലെ കൂടി ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ ഉണ്ട്. ആദ്യത്തെ പരാതിയിൽ പരസ്പര സമ്മതപ്രകാരമാണ് ബന്ധം ഉണ്ടായത്. നിങ്ങളെല്ലാം കേട്ട് കാണൂല്ലേ? ഇത് സെഷൻസ് കോടതിയുടെ വിധിന്യായത്തിന്റെ, നസീറ മാഡത്തിന്റെ വിധിന്യായത്തിന്റെ ഭാഗമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പരസ്പര സമ്മതത്തോടു കൂടിയാണ് ഇതുണ്ടായത്. ഇപ്പോൾ ഇതിനെ റേപ്പ് എന്ന് വിളിക്കാൻ അല്ലെങ്കിൽ പീഡനം എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു മെറ്റീരിയലും ഇല്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിന്യായത്തിലും ഇന്നലെ ഹൈക്കോടതിയുടെ ഒബ്സർവേഷനിലും വന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ആദ്യ പരാതിയോ രണ്ടാമത്തെ പരാതിയോ ഒക്കെ അതിജീവിതയാകുക? എന്ത് അതിജീവിച്ചു എന്നാ പറയണേ? അതായത് ഓൾറെഡി പീഡനം നടന്നിട്ടില്ല എങ്കിൽ പിന്നെ എന്താണ് ഇവർ അതിജീവിച്ചത്? പിന്നെ എങ്ങനെയാണ് ഇവർ അതിജീവിതയാകുക? അതിജീവിതമാർക്കും ഇരകൾക്കും നൽകുന്ന സംരക്ഷണം ഇവർക്ക് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക? യഥാർത്ഥത്തിൽ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കേണ്ട കാര്യം, അതിജീവിത എന്നുള്ള പദം വിശുദ്ധവും നിയമപരമായി വളരെ പ്രാധാന്യമുള്ളതുമാണ്. ലൈംഗിക അതിക്രമ കേസുകളിലെ സ്ത്രീകൾക്ക് സുരക്ഷ, സ്വകാര്യത ഉറപ്പാക്കാനാണ് ആ മഹത്തരമായ പദം നമ്മുടെ നിയമ സംവിധാനത്തിൽ യൂസ് ചെയ്യുന്നത്. ആ വാക്ക് സൂക്ഷ്മതയില്ലാതെയാണ് പലരും ഉപയോഗിക്കുന്നത്. ഉദാഹരണം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ സെഷൻസ് കോടതിയുടെ വിധിയിലും, ഓർക്കുക ഒബ്സർവേഷൻ അല്ല വിധിന്യായത്തിന്റെ ഭാഗമായിട്ടും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും പരസ്പര സമ്മതത്തോടെയാണ് ഒരു പരാതിയിൽ ബന്ധം നടന്നിരിക്കുന്നത്. അതിൽ ധാർമ്മിക നിയമ പ്രശ്നങ്ങളില്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചത് നമ്മുടെ മാധ്യമങ്ങൾ കാണുകയുണ്ടായി. ഈ അവസരത്തിൽ ആ സ്ത്രീകളെ അതിജീവിത എന്ന് സംബോധന ചെയ്യുന്നത് നിയമപരമായി ശരിയല്ല. പരാതിക്കാരനാണ് വിളിക്കേണ്ടത്. യാതൊരു പ്രശ്നവുമില്ല, പരാതിക്കാരൻ തന്നെ വിളിക്കണം. പേര് പറയണമെന്ന് പറയുന്നില്ല, പരാതിക്കാരനാണ് വിളിക്കേണ്ടത്. അവർ അതിജീവിതകളല്ല. പരസ്പര സമ്മതത്തോടെ ബന്ധത്തിൽ ഏർപ്പെട്ട് ആ പെൺകുട്ടി പരാതി കൊടുത്ത് കോടതി ഇത് പരസ്പര സമ്മതത്തോടെയാണെന്ന് പറഞ്ഞ് ബലാത്സംഗവും പീഡനവും അടക്കമുള്ള സെക്ഷൻസ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആ പെൺകുട്ടി അതിജീവിതയാകുക? സ്വാഭാവികമായൊരു ചോദ്യം. ഇതാണ് ഞാൻ ആദ്യം മുതൽക്കേ പറയുന്നത്. ഈ പരാതിക്കാർക്ക് ഒരിക്കലും അതിജീവിത എന്ന പേര് ഇവർക്ക് സ്യൂട്ട് ആവത്തില്ല. അതെന്ന് പറഞ്ഞാൽ സർവൈവർ, ആ വാക്കിന് ഭയങ്കര വലിയ അർത്ഥമാണുള്ളത്. അത് മനസ്സിലാക്കാതെ ഈ മീഡിയാസും അതായത് നമ്മുടെ പോലീസുകാരൊക്കെ ആ അതിജീവിത എന്ന വാക്കിന്റെ വില കളയുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. ഒരു വിവാഹിതയായ സ്ത്രീയെ ഇതുപോലെ പരസ്പര ഇഷ്ടത്തോടെ ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് പോയിട്ട് കുറച്ച് നാൾ അവർ തമ്മിൽ എന്തെങ്കിലും തെറ്റിപ്പിരിയുമ്പോഴത്തേക്കും